പുതിയ വർഷം എന്നത് ഒരു പുതിയ കലണ്ടർ പേജുകൾ മാത്രമല്ല, നമ്മളെ തന്നെ മാറ്റാനുള്ള പുതിയൊരു അവസരമാണ്. ഈ വീഡിയോയിൽ പോയ വർഷങ്ങൾ നമ്മളെ പഠിപ്പിച്ച പാഠങ്ങൾ ഓർത്തുകൊണ്ട് വരാനിരിക്കുന്ന വർഷത്തെ ആത്മവിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും നമുക്ക് സ്വാഗതം ചെയ്യാം. കഴിഞ്ഞ വർഷം പൂർത്തിയാക്കാൻ കഴിയാത്ത കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ടതില്ല. 365 പുതിയ ദിവസങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഓരോ ദിവസവും വെളുത്തൊരു കടലാസ് പോലെയാണ്. അവിടെ നിങ്ങളുടെ വിജയഗാഥ എഴുതി തുടങ്ങും. ഇപ്പൊ ഉണ്ടല്ലോ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കണമെന്നില്ല. കഠിനാധ്വാനം ചെയ്തിട്ടും ഫലം വൈകുമ്പോൾ നമുക്ക് നിരാശ തോന്നാം. എന്നാൽ ഒരു വിത്ത് പാകിയ ഉടനെ അത് വൃക്ഷമാകില്ലല്ലോ. അതിന് വളരാൻ മണ്ണും വെളിച്ചവും സമയവും ഒക്കെ വേണം. നമ്മുടെ പ്രയത്നങ്ങളും അതുപോലെയാണ്. ഋതുക്കൾ മാറുന്നതും പൂക്കൾ വിരിയുന്നതും സൂര്യൻ ഉദിക്കുന്നതുമെല്ലാം കൃത്യസമയത്താണ്. പ്രകൃതിയെ പോലെ നമ്മുടെ ജീവിതത്തിലും ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാവും. മോശം സമയത്താണെങ്കിൽ അത് കടന്നു പോകുമെന്നും നല്ല സമയം ഇനിയും വരാനിരിക്കുന്നുവെന്നും ഉറച്ചു വിശ്വസിക്കുക. 2026 നമ്മുടെ ഗോളുകൾ എഫിഷ്യന്റ് ആയിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. വായോ. പ്ലേ സ്റ്റോറിൽ പോയിട്ട് പിൻട്രസ്റ്റ് എന്നുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അത് ഓപ്പൺ ആകുമ്പോൾ ഒരുപാട് പിക്ചേഴ്സ് അതിലുണ്ടാവും. മറ്റുള്ളവർ സെറ്റ് ചെയ്തേക്കുന്ന ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ നമുക്ക് ടെംപ്ലേറ്റ്സ് ആയിട്ട് എടുക്കാവുന്നതാണ്. ഇനി സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കൊളാഷ് എടുക്കുക. നമ്മുടെ ഗോള് ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് നമുക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ, ഈ വർഷം നിങ്ങളൊരു BMW വാങ്ങാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പിക്ചേഴ്സ് സെർച്ച് ചെയ്യുക. എഡിറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്. എന്നിട്ട് ആഡ് കൊടുക്കുക. ഇഷ്ടമുള്ള സ്ഥലത്ത് പ്ലേസ് ചെയ്യുക. അങ്ങനെ നെക്സ്റ്റ് ഇയറിലേക്ക് നേടാൻ ആഗ്രഹിക്കുന്നതെല്ലാം ഒരൊറ്റ ഫ്രെയിമിൽ ആഡ് ചെയ്യുക. സേവ് ഫോർ ലേറ്റർ കൊടുക്കുക. എന്നിട്ട് ഹോം പേജിൽ വന്നിട്ട് സേവ്ഡ് കൊളാഷസിൽ പോയാൽ അവിടെ ഉണ്ടാവും. ഇനി നേരെ ഗാലറിയിൽ വന്ന് ആ പിക്ചർ എടുത്ത് വാൾപേപ്പറായും നമ്മുടെ ലോക്ക് സ്ക്രീനായും ആക്കി കഴിഞ്ഞാൽ സംഗതി കഴിഞ്ഞു. ഇതൊരു പട്ടിഷോ അല്ല ഗൈസ്. ഉറപ്പായിട്ടും എന്നും കാണുന്ന നിങ്ങളുടെ ഗോളുകൾ ഒരു കാന്തം പോലെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുക തന്നെ ചെയ്യും. നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. ബാക്കിയുള്ളവ സമയത്തിന് വിട്ടുകൊടുക്കുക. ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊന്ന് തുറക്കുന്നത് സമയത്തായിരിക്കും. കാത്തിരിക്കാൻ തയ്യാറുള്ളവർക്ക് ദൈവം ഏറ്റവും നല്ലത് തന്നെ കരുതി വെച്ചിട്ടുണ്ടാവും. അപ്പോ എല്ലാത്തിനും അതിൻ്റെതായൊരു സമയമുണ്ട് ദാസ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ. സ്റ്റേ ട്യൂൺഡ് വിത്ത് മലയാളി ഫ്രം ഡോയ്ച്ച്ലാൻഡ്. auf Wiedersehen.